പടമാണ് ദൃശ്യം 3. മൂന്നാം ഭാഗത്തിൻ്റെ തിയേറ്റർ റൈറ്റ്സ് റിലീസിന് മുമ്പ് തന്നെ വിറ്റുപോയി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അത് ഇന്ത്യൻ രൂപ ഏകദേശം 100 കോടിയോളം വരികയും ചെയ്യും. 2025 ഇറങ്ങിയ സിനിമകളിൽ ഭൂരിഭാഗവും സിനിമ വിജയിച്ചു കയറി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. 2026 പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ മലയാള സിനിമകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. മോഹൻലാൽ ജിത്തു ജോസഫ് കോംബോയിൽ ഇറങ്ങിയതിൻ്റെ ആദ്യ ഭാഗവും രണ്ടാം പാർട്ടും വൻ വിജയത്തിലേക്ക് എത്തിയതിനു ശേഷവും അതിൻ്റെ മൂന്നാം ഭാഗത്തിനായി മലയാളികൾ കാത്തിരിക്കുന്ന പടമാണ് ദൃശ്യം 3. മൂന്നാം ഭാഗത്തിൻ്റെ തിയേറ്റർ റൈറ്റ്സ് റിലീസിന് മുമ്പ് തന്നെ വിറ്റുപോയി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അത് ഇന്ത്യൻ രൂപ ഏകദേശം 100 കോടിയോളം വരികയും ചെയ്യും. 2026 ഇറങ്ങാൻ പോകുന്ന മറ്റൊരു പടമാണ് മലയാളത്തിൻ്റെ മഹാനടന്മാർ ഒരുമിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും നായകനായെത്തുന്ന പാട്രിയറ്റ്. ഏകദേശം 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരു താരങ്ങളും ഒരുമിച്ച് സ്ക്രീനിലെത്താൻ പോകുന്നത്. മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പടത്തിൽ വൻ താരനിര തന്നെയാണ് അണിനിരക്കുന്നത്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി തുടങ്ങിയ വൻ താരനിരകളും അണിനിരക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഈ ചിത്രത്തിൻ്റെ അവസാന ഷെഡ്യൂൾ ഇപ്പോൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചെലവേറിയ ചിത്രമെന്ന പേരിൽ ഇറങ്ങാൻ പോകുന്ന കത്തനാർ, ജയസൂര്യ നായകനായെത്തുന്ന കത്തനാരാണ് മലയാളികൾ കാത്തിരിക്കുന്ന അടുത്ത സിനിമ. അമാനുഷിക ശക്തികളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കേരളത്തിലെ ഒരു പുരോഹിതനായ കത്തനാരുടെ കഥ പറയുന്നതാണ് കത്തനാർ എന്ന് പറയപ്പെടുന്ന സിനിമ. ഏകദേശം 3 വർഷത്തോളമാണ് ജയസൂര്യ ഈ സിനിമയ്ക്കായി മാറ്റിവച്ചിരിക്കുന്നത്. വളരെയധികം രംഗങ്ങളുള്ള ഈ സിനിമയിൽ വളരെയധികം നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഈ സിനിമ ചിത്രീകരിക്കുന്നത്. ഈ ചിത്രങ്ങൾക്ക് പുറമെ റെസ്ലിംഗിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പാൻ ഇന്ത്യൻ രീതിയിൽ റെസ്ലിംഗ് ആക്ഷൻ കോമഡിയായി ഇറക്കുന്ന പടമാണ് ചത്തപച്ച. അർജുൻ അശോകൻ നായകനായി എത്തുന്ന ഈ ചിത്രത്തിൽ റോഷൻ മാത്യുവും അടങ്ങുന്നുണ്ട്. പ്രേമലു എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷവും ഗിരീഷ് ഏടിയും ഭാവന സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളിയും മമിത ബൈജുവുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.